വയസ്സ് 88, 39 കിലോ, ഇൻഡിപെൻഡൻറ്റ്. ഒരു ദിവസം കുറഞ്ഞത് ഒരു 10 കിലോമീറ്റർ നടത്തം. ഇതെൻ്റെ എംപ്ലോയറാണ്. എൻ്റെ ഒരു ദിവസത്തെ 1 മണിക്കൂറിലെ കാഴ്ചകളാണ് കേട്ടോ ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഇങ്ങനെ കൂടെ നടക്കുമ്പോഴുള്ള എൻ്റെ എൻ്റർടൈൻമെൻറ്റാണ് ഇതുപോലെയുള്ള പൂവിനെയും ഇലകളെയൊക്കെ ഒന്ന് തൊടുക എന്നുള്ളത്. വെറുതെ അല്ല കേട്ടോ, ഇതിൻ്റെ കൂമ്പുകളിൽ ഓക്സിജൻ്റെ സപ്ലൈ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യും. ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ, ഇവിടെ റിലീജിയസ് ആയിട്ടുള്ള ജൂവിഷ് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ജൂവിഷ് അപ്പച്ചനും ഇടനാഴിയിലൂടെ സൈക്കിൾ കളിക്കുന്ന കുട്ടികളും ആകാശവും മനോഹരമായ കെട്ടിടങ്ങളും. എത്ര ഭംഗിയായിട്ടാണല്ലേ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇച്ചിരി ചോറും മത്തിക്കറിയും കൂടെ കുഴച്ച് കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഫീലിങ് അല്ലേ. ഇത് ഇവിടെയുള്ള ഒരു ഓർഗാനിക് ഷോപ്പാണ് കേട്ടോ. തൊട്ടാലെ വിലയാണ് കേട്ടോ ഇവിടുത്തെ സാധനങ്ങൾക്ക്. എന്താണെങ്കിലും നമുക്ക് ഇനി പെട്ടിയെടുത്ത് കുറച്ച് സാധനങ്ങൾ വാരിയെടുക്കാം. ഇത് ഞാൻ വന്നതേ ഒരു ഇഞ്ചി മുട്ടായി അടിച്ച് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ പെട്ടിയെടുത്ത് ആദ്യം എടുത്തിട്ടേക്കുന്ന സാധനം സർദീനാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ മത്തിയില്ലേ, മത്തി പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒലീവ് ഓയിലിനുള്ളിൽ. അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങളിതേ ബില്ലടിക്കാൻ നിന്നപ്പോഴാണ് ഇവിടെ പഴുത്ത കപ്പളങ്ങ ഉണക്കി വെച്ചേക്കുന്നത് കണ്ടത്. അവിടെ നിന്ന് നേരെ ഇറങ്ങി ഷൂക്കിലേക്ക്. മുട്ടായികളുടെ കമനീയമായ ശേഖരം ദേ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ കാണുന്നതാണ് ജെറുസലേമിലെ മാർക്കറ്റ്. ഹീബ്രുവിലും അറബിയിലും മാർക്കറ്റിനെ ഷൂക്ക് എന്നാണ് പറയുന്നത്. ഇനി ഞങ്ങൾ കുറച്ച് മാങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഇതുപോലെ ഒരുപാട് പേര് ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ ജെറുസലേമിൽ വിൻ്ററിനോടനുബന്ധിച്ച് ചെറിയ തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ എംപ്ലോയർ നേരത്തെ ക്രീമൊക്കെ വാങ്ങിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രീം കടയിലും കയറി. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു. ആരുടെയോ കല്യാണമാണെന്ന് തോന്നുന്നു. ഇത് ഷൂക്കിൻ്റെ മറ്റൊരു എൻട്രൻസ് ആണ് കേട്ടോ. ഇന്നിനിയിപ്പം നല്ല തിരക്കായിരിക്കും. നാളെ ഈവനിങ് മുതൽ ശബാത്ത് തുടങ്ങുന്നത് കൊണ്ട് ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നിട്ട് വണ്ടിയൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ടാക്സിക്ക് കയറി കേട്ടോ. ടാക്സിയിൽ അവരുടെ കാർഡിൽ നോട്ട് ഓൺ ഷബാത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് സാപത്തിൻ്റെ ദിവസങ്ങളിൽ ഈ വണ്ടി ടാക്സി ആയിട്ട് ഓടത്തില്ലെന്നാണ് അതിനർത്ഥം കേട്ടോ. അപ്പോൾ പച്ചയായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ചേട്ടൻ ഒരു റിലീജിയസ് ആണെന്നാണ്. ഈ പച്ച കാഴ്ചകൾ കണ്ടുപോകാൻ എന്ത് രസമാണല്ലേ. ഇത് എൻ്റെ വീടിനടുത്തുള്ള 2 റോഡിന് നടുക്കായിട്ടുള്ള ഒരു പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണ് കേട്ടോ. ഈവനിങ്ങിൽ നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ടാക്സിയിൽ നിന്നിറങ്ങി നേരെ ലിഫ്റ്റിൽ കയറി. ഇനി ഇതൊക്കെ ചെന്ന് അടുക്കി വെക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ.